എന്നെ ഈ മീറ്റിംഗിലോട്ട് ബീന ദൈവനാമത്തിൽ എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കടന്നിരിക്കുന്ന ഒരു ജനത്തിന് വേഗം വരാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവചനങ്ങളെ ഞാൻ അറിയിക്കുക. മലയാളത്തിനകത്ത് സംസാരിക്കാൻ എനിക്ക് കുറച്ച് കുഴപ്പമുണ്ട്. അപ്പൊ ഏതെങ്കിലും വാക്കിനകത്ത് എന്തെങ്കിലും നിങ്ങൾ പറയുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ വളർന്നതൊക്കെ ബോംബെയിലാ. ജനിച്ചെല്ലത്തിലും വളർന്നത് ബോംബെയിലും. ഇപ്പം തൽക്കാലം ദൈവം കേരളത്തിലെ പല ഭാഗത്തിലും ഓൾ ഓവർ ഇന്ത്യയിലൊക്കെ പല ഭാഗത്തിലും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് ഞാൻ ആദ്യമേ ദൈവനാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുക. എന്തെങ്കിലും വാക്കിനകത്ത് എന്തെങ്കിലും എന്താ പറയാ, നിങ്ങൾ പറയുന്ന ആ ഒരു ഫിലോസഫിക്കൽ വേർഡ് എനിക്കത്തില്ല. തെറ്റ് വരുവാതെ ദൈവനാമത്തെ ക്ഷമിക്കുന്നു. പാട്ടുപാടിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ആ മകനെ കുറിച്ച് ദൈവാലോചന ഇപ്രകാരം വിശുദ്ധാത്മാവ് പറഞ്ഞു. ആ കുഞ്ഞിന് വലിയ ദൈവം കിടപ്പുണ്ട്. അതിൽ ആയിരങ്ങളുടെ മധ്യത്തിൽ കുഞ്ഞിനെ ദൈവം ഉപയോഗിക്കും. അവൻ ദൈവവേലയ്ക്കുള്ള പൈതലായതുകൊണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഓൺലൈൻ വരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച കുഞ്ഞിന് വേണ്ടിയുള്ള ദൂത ഇത്. അപ്പൊ ആ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന പല മേഖലകൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട്. കൂടുതലും 18, 25 വയസ്സും 30, 35 വയസ്സിന്റെ മധ്യത്തിലുള്ള കുഞ്ഞുങ്ങളാ ഹല്ലേലൂയ മരണത്തെന്നുള്ളത് നമുക്ക് പലപ്പോഴും ഹോർഡിങ്സിലൊക്കെ കാണാൻ പറ്റുന്നത്. അതിന്റെ മുഖ്യ കാരണം ഹല്ലേലൂയ ഞാൻ വചനപ്രകാരം ചിന്തിച്ചു നോക്കിയപ്പം ഹല്ലേലൂയ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്കും ആദരിക്കുന്നവർക്കും ദീർഘസാധ്യം വെച്ചിരിക്കുന്നത്. അപ്പം എവിടെയൊക്കെയോ മാതാപിതാക്കളെ ഇന്നത്തെ തലമുറകൾ ദൈവത്തെ ആദരിക്കും, മാതാപിതാക്കളെ ആദരിക്കാത്ത കാരണവശാത്താൽ അതിലെ പല കുഞ്ഞുങ്ങളും ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പം നമുക്ക് ദൈവം തന്ന തലമുറ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തക്കോണം ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തെ അവരുടെ മേലിൽ ദൈവം ദൈവീയ വിളിക്ക് ഓർത്ത് ഞാൻ ഹല്ലേലൂയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളും ഇനിയും വരും കാലത്തിൽ ഹല്ലേലൂയ ചെറുപ്രായത്തിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോണം. ഹല്ലേലൂയ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോണം. പല മീറ്റിങ്ങിലും ഹല്ലേലൂയ കഴിഞ്ഞ ഹല്ലേലൂയ 19-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തിലായിരുന്നു ഞാൻ. അവിടേക്ക് ഗർഭിണികളുടെ മേലിൽ പരിശുദ്ധാത്മാ മീറ്റിങ്ങിൽ 2 മാസം ഗർഭിണിയൊക്കെ വന്നിട്ടുണ്ടെന്ന് അവിടേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം അവരെ തുറന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആനന്ദിൽ ഹല്ലേലൂയ ഈ വരും ദിനത്തിൽ ഹല്ലേലൂയ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ തലമുറകളെ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം ദൈവം നൽകി കൊടുക്കും. അവരുടെ ജീവിതത്തെ ദൈവം ടേൺ ഓവർ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ മീറ്റിങ്ങിനകത്ത് എന്നെ ക്ഷണിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും വിഷയത്തെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ തലമുറകളുടെ വിഷയത്തിനകത്ത് ദൈവം ഹല്ലേലൂയ ചില വിഷയത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോവാണെന്ന്. ഈ മീറ്റിങ്ങിനെ കുറിച്ച് എനിക്കറിയത്തില്ല. എന്റെ മുറിക്കകത്തും എന്റെ ശരീരത്തിനകത്തും ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ഹല്ലേലൂയ ദൈവവചനം പറയുന്നു ഹല്ലേലൂയ നീ ഭൂമിയിൽ അയക്കുന്നത് സ്വർഗത്തിൽ ഐക്യപ്പെടുമെന്ന് പറയുന്ന ആ വചന പ്രകാരം തലമുറകളുടെ മേലിൽ കിടക്കുന്ന ചില കെട്ടുകളെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം അഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പല നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം മറുപടി തരാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ആദ്യമേ ദൂത് പറയുക. ഹല്ലേലൂയ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. എനിക്ക് അറിയത്തില്ല ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം അല്ല നമുക്ക് വിഷയം. ഹല്ലേലൂയ നമ്മൾ ഇരിക്കുന്ന സാഹചര്യങ്ങളല്ല നമുക്ക് വിഷയം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ ഇന്ന് നിന്റെ ഭവനത്തിനകത്തും നിന്റെ ഹൃദയത്തിനകത്തും നിന്റെ തലമുറയുടെ അവസ്ഥക്കകത്തും ദൈവത്തിന്റെ സാന്നിധ്യനെ ഇറക്കാൻ തക്കോണം ഹല്ലേലൂയ നീ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവം പറയുന്നത് ഹല്ലേലൂയ എനിക്ക് ഈ
പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞ വചനം ഇപ്രകാരമാകുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 19 അധ്യായം അതിന്റെ 26 വാക്യം, മനുഷ്യരാൽ അസാധ്യം പക്ഷേ ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യം പക്ഷേ ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വാക്കാൽ പലതും പറഞ്ഞ് ഹല്ലേലൂയ പല കാര്യങ്ങൾ തിരുത്താൻ നോക്കി പോലും ഹല്ലേലൂയ നമ്മൾ നമ്മുടെ പ്രയത്നത്താൽ ഹല്ലേലൂയ പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയിട്ട് പോലും ഹല്ലേലൂയ അതിനകത്തൊരു മാറ്റം കാണാത്ത വിഷയത്തെ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ നാളുകളായി പഴകി കിടക്കുന്ന നാളുകളായിട്ട് ചീഞ്ഞു നാറുന്ന വിഷയങ്ങളുടെ നാഥ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി പ്രവർത്തിക്കാൻ പോവാ. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയുക, ഹല്ലേലൂയ വ്യക്തിപരമായിട്ട് പുകഴ്ചയ്ക്കല്ല, വ്യക്തിപരമായിട്ട് ഒരു പേര് നിങ്ങൾ പുകഴ്ത്താൻ നോക്കല്ലേ, പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഒരു പ്ലാറ്റ്ഫോമാ. ഹല്ലേലൂയ. എന്നെ ഉപയോഗിക്കുന്നത് ദൈവമാ. ഐ ആം ജസ്റ്റ് എ വെസൽ. ഹല്ലേലൂയ. ആനന്ദി. ഹല്ലേലൂയ. സർവമാനവും മഹത്വവും ഹല്ലേലൂയ ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവം അഴിക്കുന്ന ചില മേഖലക്കകത്ത് ദൈവത്തിന് സകല മഹത്വം കൊടുത്തേ ഒന്ന്. ഹല്ലേലൂയ. കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഈ വചനങ്ങളെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഇന്ന് നിങ്ങൾ അഴവരക്കണം. ഈ വചനം ദൈവശക്തിയായി വ്യാപരിച്ച് നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിനകത്തും വ്യക്തി ജീവിതത്തിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവാ. ഹല്ലേലൂയ. പറഞ്ഞ് മനുഷ്യരാൽ അസാധ്യം ഹല്ലേലൂയ പക്ഷേ ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യം പക്ഷേ ദൈവത്താൽ സാധ്യം. ഹേ റിബേനേഷ് മേസ്മിത് മേലിയ റഹനിയ സിയാത്മാര യേശുവ ലേ റമസിയാത് മേരികദാന ശേൽ മേൽ ഏൽ മേൽ ഷേരഗദാന. അപ്പ പിതാവേ ദൈവമേ, ഈ രാത്രികാലം ദൈവമേ ഈ പ്ലാറ്റ്ഫോമിനകത്ത് കടന്നു വന്നിരിക്കുന്നത് ഈ ഗ്രേസ് ഫെലോഷിപ്പ് ഈ പ്ലാറ്റ്ഫോമിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ അവസ്ഥ ഞാൻ അറിയുന്നില്ല, പക്ഷെ അറിയുന്ന ദൈവമേ ഹല്ലേലൂയ ഇവരുടെ തലമുറകളെ ഹല്ലേലൂയ കെട്ടിയിരിക്കുന്ന ചില മേഖലക്കകത്ത് ദൈവമേ ഇന്ന് രാത്രികാലം ദൈവീയ വിടുതകൾ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ ദൈവമേ. ഹല്ലേലൂയ. ബന്ധനത്തിനകത്ത് അകപ്പെട്ടവർ ദൈവമേ ഇന്ന് അവരുടെ ജീവിതത്തിനകത്ത് ദൈവീയ വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യമെന്ന് പറഞ്ഞ മേഖലയ്ക്കകത്ത് ദൈവമേ ദൈവ സാധ്യമെന്ന് പറയുന്ന വചനത്തിന്റെ ശക്തി ദൈവമേ ഇന്ന് രാത്രികാലം ദൈവം അവിടുന്ന് ഐക്യമാറാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. വചനം ശക്തിയായി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവത്തിന്റെ ക്രിയ അതിന്റെ മധ്യത്തിൽ ദൈവം ചെയ്തെടുക്കുമാറാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില യുവജനങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടുമാറാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം ഇവിടുന്ന് തൊടുമാറാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. കൾച്ചറിനകത്ത് അകപ്പെട്ടിട്ട് പിന്മാറ്റ അവസ്ഥയിൽ കടന്നു പോയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മക്കളെ ദൈവമേ അവിടുന്ന് ദൈവം തൊടുമാറാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അത്ഭുതം ചെയ്യാൻ പോകുന്ന സ്തോത്രം ദൈവമേ. അപ്പൊ ദൈവമേ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവമേ സംസാരിക്കാൻ തക്കോണം ദൈവം അടിയനെ ഇടയാക്കുമാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ വചന ശുശ്രൂഷ ദൈവമേ അനേകർ ജീവിതത്തിനകത്ത് വിടുതലിന്റെ കാരണമാക്കി ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിലർ യഥാസ്ഥാനപ്പെടാനായിട്ട്, ചിലർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനായിട്ട്, ചിലരുടെ ഹൃദയങ്ങൾ ദൈവമേ വസ്ത്രങ്ങളെ കീറിക്കൊണ്ട് ഹൃദയങ്ങളെ കീറിക്കൊണ്ട് തന്നെ ദൈവത്തോടെ അടുക്കാൻ തക്കോണം ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. രാത്രികാലം പരിശുദ്ധാത്മാവെ അങ്ങനെ തന്നെ ചെയ്തെടുത്തതിനായി സ്തോത്രം പറയുന്നു. മുൻപിലുള്ള സമയം മൊത്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവഹിതമില്ലാതെ ഒരു വാക്ക് എന്റെ നാവിൽ നിന്ന് ഉച്ചരിക്കാൻ ദൈവം അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവമേ ദൈവവചനം ദൈവമേ ദൈവശക്തിയായിട്ട് ദൈവമേ ഇന്ന് രാത്രികാലം അടിയന്റെ ജീവിതം ദൈവമേ അല്ലെങ്കിൽ ഇടപെടുമാറാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരുടെ അപ്പച്ചന്റെ കരത്തിൽ നാം പ്രാർത്ഥിക്കാം. നസറേനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ ചോദിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്ന ശുശ്രൂഷ ഹല്ലേലൂയ ചെറിയൊരു ശുശ്രൂഷയല്ല. ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങളെ കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഐ വെൽക്കം യു ജെസ്ലി റോബിൻ. എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ കുഞ്ഞ് നിന്റെ കൂടെ ഇരിക്കട്ടെ. ഓരോരുത്തരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ഇടപെടാനായിട്ട് കാണണം. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പൂർണ്ണ സമർപ്പണത്തോടെ
ഇതാരാ സംസാരിക്കുന്നല്ല വിഷയം. ഈ വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്തെടുക്കാം, എന്നെ കൊണ്ട് ഒന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സംസാരിക്കുന്നത് ദൈവമാ, ഹല്ലേലൂയ. ഇടപെടുന്ന ദൈവമാ, പ്രവർത്തിക്കുന്ന ദൈവമാ, ഹല്ലേലൂയ. അതോടെ ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഇന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ താഴ്മയോടെ, ഹല്ലേലൂയ, ഹൃദയശുദ്ധിയോടെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, പരിശുദ്ധ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഹല്ലേലൂയ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. പ്ലാറ്റ്ഫോമിൽ കയറുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും പല പരിപാടികൾ ദൈവത്തിന്റെ സന്നിധി കടന്നു വിളിക്കുന്നത്. ദൈവം, ഞാൻ നിങ്ങളെ കണ്ടില്ലല്ലോ, ദൈവം നിങ്ങളെ വീക്ഷിക്കുന്നു. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യരുടെ കണ്ണാൽ നമ്മൾ മറഞ്ഞിരുന്നാലും, ഹല്ലേലൂയ, മനുഷ്യരുടെ ദൃഷ്ടിയിൽ നമ്മൾ മറഞ്ഞിരുന്നാലും 24/7 ഹല്ലേലൂയ നിങ്ങളുടെ ഒക്കെ ഹല്ലേലൂയ മേലിൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നമ്മുടെ സംസാര മേഖലകൾ, നമ്മുടെ ചിന്ത മേഖലകൾ, ഇടപെടുന്ന മേഖലകൾ ഒക്കെ ദൈവത്തിന്റെ ദൃഷ്ടി ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ മേളിലുണ്ട്. അങ്ങനാണെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന സാഹചര്യം, നിങ്ങൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയ്ക്കകത്തും നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്ത ഏതൊക്കെ കൂടെ ഡൈവേർട്ട് ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളത് എന്നെക്കാട്ടുപരി പരിശുദ്ധാത്മാവിന് അറിയാം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ ശത്രു ചില വിത്തിനെ എടുത്തു മാറ്റിക്കൊണ്ട് അതിലെ നല്ല നിലത്ത് വീഴാതെ വേണം ഹൃദയത്തിന്റെ ചിന്തകളെ മാറ്റിക്കൊണ്ട് പ്രസന്നിധി ഇരിക്കുമ്പോൾ തന്നെ പല ചിന്തകൾ കൊണ്ടിട്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ മേഖലകളെ നല്ല നിലവണ്ണമായിട്ട് ഹല്ലേലൂയ ആ നല്ല നിലത്തിൽ ഒരുക്കാൻ പറ്റാത്ത രീതിയിൽ, നല്ല നിലത്തിൽ വചനം എന്ന വിത്ത് വന്ന് വീഴാൻ പറ്റാത്ത രീതിയിൽ ശത്രു ഒതുക്കി വെച്ചിരിക്കുന്ന ചിലരെ ദൈവം ഇന്ന് പുറത്ത് എടുക്കുക. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുമ്പം പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ, ഹല്ലേലൂയ, ദൈവസന്നിധി കോൺസെൻട്രേഷൻ ലഭിക്കാൻ പറ്റാത്ത രീതിയിൽ വചനം കേൾക്കുമ്പോൾ തന്നെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ അനേക മേഖലയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുക, ഹല്ലേലൂയ, ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ശക്തി ജീവിതങ്ങളെ ദൈവം ഇന്ന് തൊടാൻ പോവാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവമേ അപ്പച്ചന്റെ പ്രവൃത്തി നസറേനായ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. 30 അല്ല, 60 അല്ല, 100 മേനി ഹല്ലേലൂയ വചനം ഫലം കായ്ക്കുന്ന രീതിയിൽ ഹല്ലേലൂയ ഇന്ന് ദൈവ പ്രവൃത്തി ദൈവമേ ഈ വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകര് വചനം പറഞ്ഞിട്ട് പോയിട്ടും വിടുതൽ ശുശ്രൂഷകൾ ചെയ്തിട്ട് പോയിട്ടും ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആ സമർപ്പണത്തിന്റെ ഹല്ലേലൂയ കുറവ് നിമിത്തവും വിശ്വാസ കുറവ് നിമിത്തവും പ്രാപിക്കാൻ പറ്റുന്ന നന്മകളെ പോലും, പ്രാപിച്ചെടുക്കാൻ പറ്റുന്ന വിടുതലുകളെ പോലും പ്രാപിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്തുനിന്ന് ദൈവം ഇന്ന് ചിലരെ പുറത്തെടുക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ ഹല്ലേലൂയ പുസ്തകം, സുവിശേഷ പുസ്തകം, അതിന്റെ 24-ാം വാക്യം തൊട്ട് 24-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം തൊട്ട് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആരും വായിക്കുന്ന അതല്ല എന്റെ വിഷയം, അതല്ല എന്റെ വിഷയം, ആരും വായിക്കില്ല. അതിനകത്ത് നിങ്ങൾ ഇന്ന് ഭവനത്തിനകത്ത് ആയിരിക്കുമ്പോൾ, ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഈ വചനങ്ങളെ ഒന്ന് അയവിറക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പറയുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലൂക്കോസിന്റെ ഹല്ലേലൂയ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം തൊട്ടുള്ള ഭാഗങ്ങൾ, അതിനകത്ത് ഹല്ലേലൂയ നമുക്ക് കാണാം 2 ശിഷ്യന്മാർ ഹല്ലേലൂയ സഹോദരിമാര് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് കടന്നു വന്നിട്ട് യേശു അപ്പച്ചൻ ഇവിടെ ഇല്ലെന്നുള്ള സാക്ഷ്യം പറഞ്ഞിട്ടും ഹല്ലേലൂയ ശിഷ്യന്മാര് ചെന്ന് നോക്കിയപ്പം യേശു അപ്പച്ചൻ അവിടെ ഇല്ല. അവൻ ഉയർത്തെണ്ണിച്ച വാർത്ത കേട്ടിട്ടും എമ്മോസിലോട്ട് പോയിരിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച്, എമ്മോസിലോട്ട് പോകുന്ന ഹല്ലേലൂയ ആ വഴിയിൽ കൂടെ അവരെ
കടന്നുപോയ പോക്കിനകത്ത് അവര് ഒപ്പം സഞ്ചരിച്ച യേശു അപ്പച്ചനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആയിരുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ അങ്ങനെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, അവരുടെ ഹൃദയത്തിൽ നിരന്തരമായി ദൈവത്തിന്റെ വചനം കത്തിക്കൊണ്ടിരുന്ന ഭാഗമല്ല ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവർ പറയുന്നത് സന്തോഷത്തിന്റെ വാക്കുകളല്ല. യേശുവച്ചൻ ഉയർത്തി എണ്ണിച്ചെന്ന് കേട്ടിട്ട് വാർത്ത കേട്ടിട്ട് പോലും സങ്കടത്തോടും ഹല്ലേലൂയ ഞുറങ്ങിയ ഹൃദയത്തോടും വിഷമത്തോടും ഹല്ലേലൂയ ആയിരുന്ന കൂട്ടത്തെ വിട്ടുകൊണ്ട് മാറിക്കൊണ്ട് എമ്മോസിലോട്ട് പോകുന്ന ഒരു യാത്രയാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിലും ഹല്ലേലൂയ അവര് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ ജീവിതത്തിൽ അപ്പന്റെ ജീവിതത്തിൽ സംഭവിച്ച ക്രൂശി മരണത്തെ കുറിച്ചും ഹല്ലേലൂയ ഉയർപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉയർത്തെണ്ണിച്ചിട്ട് പോലും അവനെ കണ്ടില്ലെന്നുള്ള ഭാഗങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അതിന്റെ 25-ാം വാക്യം ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ മന്ദബുദ്ധികളെ അല്ലെങ്കിൽ ഹല്ലേലൂയ ബുദ്ധിഹീനരെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവരെ സംബോധിക്കുന്നത്. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ ചില കാര്യങ്ങൾ, ചില പദ്ധതികൾ ഹല്ലേലൂയ ദൈവം ചെയ്തെടുക്കാൻ നോക്കുന്ന ചില പദ്ധതികളെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ഇതെന്ത് പദ്ധതികളാണെന്ന്. അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർ ഒപ്പം വസിച്ചു, അനേക അത്ഭുതങ്ങളെ ചെയ്തെടുത്ത് യേശു അപ്പച്ചന് ഇങ്ങനെ ഒരു ക്രൂശിൽ മരണം സംഭവിക്കാൻ പറ്റുമോ എന്നുള്ളത് അവർക്ക് ഹല്ലേലൂയ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി തീർന്നു. ഹല്ലേലൂയ അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യത്തിനകത്ത് അവര് ദൈവപ്രവൃത്തിയെ അവരുടെ അളവ് നൂലിനകത്ത് അല്ലെങ്കിൽ അവര് വെച്ചിരിക്കുന്ന ഒരു ചിന്തക്കകത്ത് ഒതുക്കിക്കൊണ്ട് അവരുടെ ആ അണ്ടർസ്റ്റാൻഡിങ്, ആ മനസ്സിലാക്കാനുള്ള കഴിവിനകത്ത് ഒതുക്കിക്കൊണ്ട് ദൈവപ്രവൃത്തിയെ ഒതുക്കിക്കണ്ട മേഖലയ്ക്കകത്ത് ദൈവം പറയുന്നത് ഹല്ലേലൂയ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ ഇങ്ങനെ ഹല്ലേലൂയ മരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രക്ഷ ലഭിക്കുമായിരുന്നു? ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതികളെ കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മുടെ നമ്മുടെ ചിന്ത മേഖലകളെയും നമ്മുടെ സാഹചര്യങ്ങളെയും അളന്നുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് എന്നാ അപ്പ ഞാൻ ഉപസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവപ്രകാരം എന്റെ ജീവിതത്തിൽ നയിക്കുന്നുണ്ട്, എന്നിട്ടും എന്റെ ജീവിതത്തിനകത്ത് ഞാൻ കടന്നു പോകുന്ന ഈ മേഖല എന്താന്നുള്ളതൊരു ചോദ്യം ഇവിടെ ആയിരിക്കുന്ന പലരുടെ ഹൃദയത്തിനകത്ത് വന്നിട്ടുണ്ട്. ദൈവസന്നിധി നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, മക്കളെ നിങ്ങളെ പണിയെടുക്കാൻ എന്റെ ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ ഒതുങ്ങുന്ന ഒരു പ്രോസസ്സാണ്. അത് എന്റെ യുക്തിപ്രകാരം എനിക്കറിയാം എങ്ങനെ കുശവൻ അറിയാം എങ്ങനെ ഒരു പാത്രത്തെ മെയ്തെടുക്കണമെന്നുള്ളത്. ആ പ്ലാൻ കുശവന്റെ കരത്തില, ആ ക്ലേയുടെ കരത്തിലല്ല. അങ്ങനെ തകർന്നിരിക്കുന്ന ചില ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട്, സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ ഹിതമല്ല, നിങ്ങളുടെ വഴിയല്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോസസ്സിനെ കണ്ട് ആരും ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തോട് ക്ഷമ ചോദിച്ചോണം. ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും ഷോർട്ടൻ ദൈവം ചെയ്യത്തില്ല. ഹല്ലേലൂയ പക്ഷെ നമ്മുടെ പിറുപിറുപ്പ് നിമിത്തം ഹല്ലേലൂയ അതിന്റെ സമയ കാലഘട്ടങ്ങൾ വർദ്ധിച്ചു പോകും. നമ്മൾ പ്രാപിക്കാനുള്ള വിടുതലിന്റെ സമയ കാലഘട്ടങ്ങൾ വർദ്ധിക്കുമെന്ന് ഹല്ലേലൂയ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹല്ലേലൂയ ഇസ്രായേൽ ദൈവം കനാനിലോട്ട് കൊണ്ടുപോയ പോക്ക്. ഹല്ലേലൂയ നിങ്ങൾക്കറിയാം ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു കനാൻ എന്ന വാദം. ഹല്ലേലൂയ കനാൻ എന്ന ദേശം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. പക്ഷെ അവരുടെ പിറുപിറുപ്പ് നിമിത്തം ഹല്ലേലൂയ 40 വീക്കിനകത്ത് കവർ ചെയ്യേണ്ട ചില മേഖലകൾ 40 വർഷത്തിന്റെ മേലെ ഹല്ലേലൂയ ചെയ്തെടുക്കേണ്ട വന്നുണ്ട്. ഹല്ലേലൂയ ഡെലിവറൻസ് ഇസ് ദേർ. ദൈവത്താലുള്ള പദ്ധതി നിങ്ങളുടെ മുമ്പിലുണ്ട്. ദൈവത്താലുള്ള വിടുതൽ നിങ്ങളുടെ
മുമ്പിലുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ചില വാക്ക് നിമിത്തം ഹല്ലേലൂയ ആ സമയം ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഹല്ലേലൂയ എനിക്കറിയത്തില്ല, ചില ഉദരത്തിലെ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ നിങ്ങൾ പറഞ്ഞ ഹല്ലേലൂയ ദൈവ സന്നിധി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തവർ, അപ്പാ എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്റെ പിറുപിറുപ്പിന്റെ അനുഭവങ്ങളിൽ നിന്ന് അതിനെ വിടുവിച്ച് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുന്ന ഹൃദയം ദൈവമേ ഇന്ന് രാത്രികാലം ജീവിതത്തിനകത്ത് അപാരനെ നൽകി തരണമെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. നന്ദിയുള്ള ഹൃദയം അപ്പാ എന്റെ ജീവിതത്തിനകത്ത് അപ്പച്ചൻ നൽകി തരണമേ. ഹല്ലേലൂയ. അങ്ങനെ പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ ടുഡേ യു ഹാവ് എ ഓപ്പർച്യൂണിറ്റി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ ഒരു ഓപ്പർച്യൂണിറ്റിയാ ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ. എന്റെ ജീവിതത്തിൽ എന്താ അപ്പാ ഇങ്ങനെ, ഞാൻ ഉപവസിച്ചിട്ടും എന്താ വിടുതൽ സംഭവിക്കാത്തത്? ഹല്ലേലൂയ എന്റെ സമയം നീണ്ടുപോകുന്നു. ഹല്ലേലൂയ അനേകർ വിടുതൽ പ്രാപിക്കുമ്പോഴും അനേകർ ജീവിതത്തിൽ നന്മ അനുഭവിക്കുമ്പോഴും എന്റെ ജീവിതത്തിനകത്ത് പല രീതിയിലുള്ള ക്ലേശത്തിൽ കൂടെ ഞാൻ കണ്ടുപോകുന്നല്ലോ. ഹല്ലേലൂയ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ദൈവ പദ്ധതിക്ക് വേണ്ടി എന്നെ തന്നെത്താൻ ഏൽപ്പിച്ചു തന്നെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയ ഇങ്ങനെ നിങ്ങൾ പറയാം. ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ, കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയാ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നീ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാനും തന്നെത്താൻ ഒന്ന് താഴ്ത്തി കൊടുക്കാനും തന്നെത്താൻ ഒന്ന് ക്ഷമ ചോദിക്കാനും റെഡിയാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വൻ പ്രവൃത്തികളെ കാണാൻ ഇടയാകും. ഹല്ലേലൂയ എവറിത്തിങ് ഹാപ്പൻസ് വെൻ വി സബ്മിറ്റ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ സംഭവിക്കണമെന്ന് അറിയാമോ? ഹല്ലേലൂയ നമ്മൾ എന്ന പാനപാത്രം ഹല്ലേലൂയ ദൈവസന്നിധി താഴാൻ റെഡിയാകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ ഒന്ന് ക്ഷമ ചോദിച്ചേ, അപ്പച്ചനോടൊന്ന് ക്ഷമ ചോദിച്ചേ. അപ്പ എവിടെയൊക്കെ ഞാൻ പിറുപിറുത്തിട്ടുണ്ട്, ഹല്ലേലൂയ എവിടെയൊക്കെ ക്ലേശങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഹല്ലേലൂയ വീട് പോയിട്ടുണ്ട്. ഹല്ലേലൂയ എന്റെ മരുഭൂമി യാത്രയ്ക്കകത്ത് അപ്പ ഹല്ലേലൂയ എന്റെ ചില പിറുപിറുപ്പ് നിമിത്തം എന്റെ മരുഭൂമി യാത്രയുടെ ദിവസങ്ങൾ വിടുതലിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, നീണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആ മേഖലയ്ക്കകത്ത് ദൈവമേ ഒരു തീർപ്പ് ദൈവം കൽപ്പിക്കമേ അപ്പാന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ അങ്ങനെ നിങ്ങൾ പറയാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ചില വ്യക്തി ജീവിതത്തിനകത്ത് ദൈവീയ വിടുതലുകളെ അനുഭവിക്കാൻ പോവാന്ന്. ഹല്ലേലൂയ നിങ്ങൾ ഏറ്റെടുക്കുക. ഹല്ലേലൂയ ഇരുന്നത് ദൈവമാ. ഹല്ലേലൂയ ഏറ്റെടുക്കുന്നത് നിങ്ങളും. ഹല്ലേലൂയ അങ്ങനെ ആനന്ദിൽ ഹല്ലേലൂയ ഇന്ന് ദൈവത്തിൽ നിന്നുള്ള വിടുതലുകളെ ഏറ്റെടുക്കാനായിട്ട് റിസീവ് ചെയ്യാനായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നോ. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ ചെയ്യാൻ പോകുക. ആമേൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് ഇരിക്കുക. ചില മർമ്മങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവാ. ഈ മർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുമ്പം ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവാ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തവണ ഹല്ലേലൂയ ഞാൻ ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഹല്ലേലൂയ ഈ 19th മാർച്ച് 19 തൊട്ട് മാർച്ച് 31 വരെ ഹല്ലേലൂയ ഞാൻ രാത്രി മധ്യത്തിലായിരുന്നെന്ന്. ഹല്ലേലൂയ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയോന്നറിയാം, മഹാരാഷ്ട്രയിൽ ആന്റി കൺവേർഷൻ ബിൽ പാസ്സായി. ഹല്ലേലൂയ അതിനകത്ത് നമുക്കൊരു വ്യക്തിയുടെ തലയെ പോലും കരം വെച്ച് പ്രാർത്ഥിക്കാനുള്ള അനുവാദമില്ല. ബൈബിൾ എടുത്തുകൊണ്ട് ഒരു ഭവനത്തിൽ പോവാൻ അനുവാദമില്ല. ബൈബിൾ പോലും നമ്മുടെ കരത്തിൽ പിടിക്കാൻ അനുവാദമില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്ന സാഹചര്യത്തിലാ ഹല്ലേലൂയ ദൈവം എന്നെ തലോടാന്നുള്ള സ്ഥലത്ത് ഹായ് എന്ന് പറഞ്ഞ 7 മലകളുള്ള ഹല്ലേലൂയ ആദിവാസി ഗ്രാമത്തിന്റെ മധ്യത്തിൽ ദൈവം അയക്കാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ ആ ഗ്രാമത്തിൽ ഹല്ലേലൂയ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഇട വന്നത് ഹല്ലേലൂയ തലോട് എന്ന ദേശത്തിനകത്ത് ഹല്ലേലൂയ അവിടെ ആയിരിക്കുന്ന സർപഞ്ച് ഹല്ലേലൂയ ആ
മിക്കയുടെ ഭവനത്തിനകത്ത് അവർക്കുണ്ടായിരുന്ന ഒരു വാഹനത്തിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ആ സൺഡേ ഹല്ലേലൂയ ആ ദൈവദാസന്റെ ഹല്ലേലൂയ ചർച്ചിൽ വെച്ചായിരുന്നു മീറ്റിംഗ്. ആ മീറ്റിങ്ങിനകത്ത് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഈ വാഹനം തന്നെ അമ്മ ഇവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി കടന്നു വന്നു. ഹല്ലേലൂയ അന്ന് ആ ദേശത്ത് അന്ന് വരെ പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ വചന ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, വിടുതലുകൾ നടക്കുന്നുണ്ട്, അഭിഷേകം എന്താണെന്ന് അറിയത്തില്ല, അന്യഭാഷ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് സങ്കടം തോന്നി. ഹല്ലേലൂയ നമ്മ കേരളത്തിലുള്ള ഹല്ലേലൂയ ദൈവദാസന്മാർ എന്താ ഇങ്ങനെ ദേശത്തിലോട്ടൊന്ന് കടന്നു പോവാത്തെന്ന്. ബിക്കോസ് ഇവരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് പോലും ദൈവവചനം എന്താ എന്നുള്ളത് അറിയത്തില്ല. ഹല്ലേലൂയ അപ്പം അങ്ങനെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവര് ഇങ്ങനെ ദേശത്തിനകത്ത് ശുശ്രൂഷിക്കുമ്പം ഹല്ലേലൂയ ജനത്തെ ഹല്ലേലൂയ ദൈവരാജ്യത്തിലോട്ട് ഒരുക്കിക്കൊണ്ട് വരാനുള്ള ഒരു കേപ്പബിലിറ്റി ഹല്ലേലൂയ അവിടെ അവരിൽ കാണാൻ ഇടയായില്ല. ഹല്ലേലൂയ ഞാൻ സങ്കടത്തോടെ പ്രാർത്ഥിക്കാൻ ഇടയായി. കേരളത്തിൽ നിന്ന് ചില യുവജനങ്ങളെ ഹല്ലേലൂയ ആത്മഭാരത്തോടെ ഹല്ലേലൂയ ഇങ്ങനെ ചില പ്രദേശത്തോട്ട് ഹല്ലേലൂയ കടന്നു പോകാൻ തക്കോണം ദൈവമേ എണ്ണിപ്പിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാൻ അവിടെ ഇടയായി. ഹല്ലേലൂയ ഇന്നും ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ ഓർക്കും ഈ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കണം. അനേക വലിയൊരു കൂട്ടമാണ് ഹല്ലേലൂയ അവിടെ ജനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ പക്ഷെ അവരെ എങ്ങനെ നയിച്ചുകൊണ്ട് പോണോന്ന് ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ പക്ഷെ മീറ്റിങ്ങിനകത്ത് ഹല്ലേലൂയ അവിടെ കടന്നു വന്നേ ഹല്ലേലൂയ ഞങ്ങൾക്ക് വാഹനം തന്നെ അമ്മച്ചി അവിടെ കടന്നു വന്നു. ഹല്ലേലൂയ കടന്നു വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നെന്ന് അറിയാൻ വേണ്ടി കടന്നു വന്ന ഉടനെ ഹല്ലേലൂയ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവിടെ നടന്ന ദൈവപ്രവൃത്തി കഴിഞ്ഞ ഉടനെ കണ്ട ഉടനെ ഹല്ലേലൂയ ആ അമ്മച്ചി എന്റെ അടുത്ത് വിട്ട് വന്ന് പറഞ്ഞു, ഹല്ലേലൂയ എനിക്ക് നെഞ്ചിനകത്ത് വേദനയാ മോളെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായി. അവരെ ദൈവം സൗഖ്യമാക്കി. ഹല്ലേലൂയ ഞാനല്ല സൗഖ്യമാക്കിയത്, ഹല്ലേലൂയ ജീവനുള്ള ദൈവമാ അവരെ സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ അവരൊരു കാഴ്ചക്കാരായിട്ട് കടന്നു വന്നത് അവർ ഭവനത്തിലോട്ട് കടന്നുപോയി. ഹല്ലേലൂയ അവർ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ ഹല്ലേലൂയ അവർക്ക് സൗഖ്യം അനുഭവപ്പെട്ടു. ഹല്ലേലൂയ രാത്രി 11 മണിയായപ്പം ഹല്ലേലൂയ 10:10:30 കാണും. ഒരു 11 ആയപ്പോഴത്തേക്കും ഹല്ലേലൂയ അവരുടെ ഭവനത്തിൽ നിന്ന് ആ സർപ്പഞ്ചും ഹല്ലേലൂയ അവരുടെ ഭാര്യയും കടന്നു വരാനായിട്ട് ഇടയായി. ഹല്ലേലൂയ അവരെ എന്നോട് പറഞ്ഞു ഹല്ലേലൂയ ഈ ഹല്ലേലൂയ വൈഫിന് ശ്വാസം മുട്ടൽ ആർത്തിക്കണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അവരുടെ സൗഖ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവവചനം അവരുടെ മുമ്പിൽ ഘോഷിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സൗഖ്യം ചെയ്യും. വചനം പറഞ്ഞു കൊടുക്കാൻ ഇടയായി. എവിടെ ആന്റി കൺവേർഷൻ ബില്ല് പാസ്സായി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കും ദൈവപ്രവൃത്തി നടക്കുന്നില്ലെന്ന്. ഹല്ലേലൂയ പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമായിട്ട് അനേക ദേശങ്ങളെ അനേക വ്യക്തികളെ ദൈവത്തോണ്ടിരിക്കുക, അനേക ചർച്ചിനകത്ത് ആത്മാക്കളുടെ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ അവിടെ അന്ന് ആ രാത്രി ആ കുടുംബം രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി. ഹല്ലേലൂയ കുടുംബം ഹല്ലേലൂയ ദൈവം ആ ഒരു കംപ്ലീറ്റ് ഗാവിനകത്ത് ഏതാവ് കുടുംബം രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ ഇവിടെ കടന്നു വന്ന ശേഷം ഹല്ലേലൂയ ആ ദൈവദാസനെ ഫോൺ ചെയ്തിട്ട് പറയാനായിട്ട് ഇടയായ ഒരു കാര്യം ഇപ്രകാരം, ഹല്ലേലൂയ സൺഡേ അവര് കുടുംബത്തോടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാലയത്തിനകത്ത് കടന്നു വന്നെന്ന്. ഞാൻ പറയാനുള്ള എന്റെ വിഷയത്തിലോട്ട് കടക്കാൻ പോവാ. പക്ഷെ അതിന്റെ മുമ്പേ ഹല്ലേലൂയ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന വചനത്തിനകത്ത് ദൈവശക്തിയുണ്ട്. ചില സത്യങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ ഘോഷിക്കുമ്പം ഹല്ലേലൂയ അതിനകത്ത് ദൈവ വിടുതലുണ്ട്. ഞങ്ങളെ കാർ ഓടിച്ചോണ്ട് പോയ ആ ബുലേറോ ഓടിച്ചോണ്ട് പോയ വ്യക്തി ഒരു മുസ്ലിം ആയിരുന്നു. ഒരു മുസ്ലിം വ്യക്തി ഒരിക്കലും ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിട്ടുമടക്കത്തില്ല. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നപ്പം ആ വ്യക്തി ഹല്ലേലൂയ അവൻ സഹോദരിയുടെ മകനെ കൊണ്ടുവന്ന് മുട്ടുമടക്കിക്കൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തക്കോണം ഹല്ലേലൂയ താഴ്ത്താനായിട്ട് ഇടയായി. ഹല്ലേലൂയ അങ്ങനെ ആനന്ദം ദൈവ മക്കളെ ഹല്ലേലൂയ ദൈവത്തെ അറിയുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് എന്താ, പലപ്പോഴും നമ്മുടെ കെട്ടിൽ അകപ്പെട്ടിരിക്കുന്നത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതൽ എന്താ സംഭവിക്കാത്തെന്നുള്ള ചോദ്യങ്ങൾ
നിങ്ങൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ഉത്തരങ്ങളെ പകരാൻ പോവാ. അതിനായിട്ട് എന്നെ വായിച്ച് സഹായിക്കണമേ. എനിക്ക് മലയാളം ബൈബിൾ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ബൈബിളാ യൂസ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അധ്യായം അതിന്റെ 32-ാം വാക്യം ഒന്ന് വായിച്ച് ഇതിന്റെ മർമ്മം, ഇത് ദൈവശക്തിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അല്ലെങ്കിൽ ഇന്ന് വരെ കാണാത്ത ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോകുക. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കുരുങ്ങിക്കിടക്കുന്ന മേഖലക്കകത്ത് ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കാൻ ഒറ്റ തടസ്സമുള്ളൂ. എവിടെയൊക്കെയോ ശത്രു പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദിനംതോറും മുന്നേറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണ് ശത്രു നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് ഈ ഫ്ലോ വിട്ടുപോകും. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ മൈക്കുകളെ മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യല്ലേ പ്ലീസ്. ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുക. ഹല്ലേലൂയ. വചനം പറയുന്നു ഹല്ലേലൂയ, സത്യം നിങ്ങളെ സ്വതന്ത്രം ആക്കുമെന്ന് പറയുന്ന വചനത്തിനകത്ത് ഒരു മർമ്മമുണ്ട്. ആ മർമ്മം ഇപ്രകാരം. അപ്പൊ എവിടെയൊക്കെയോ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നതിന്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ സത്യത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും എവിടെയൊക്കെയോ പൈശാചിക മേഖലകൾ, പിശാച് പറഞ്ഞിരിക്കുക കള്ളങ്ങളെ വിശ്വസിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ആ കളവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ സത്യം നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങളുടെ ഹൃദയത്തിനകത്തും നിങ്ങളുടെ ഭവനത്തിനകത്തും ഒന്ന് വെളിപ്പെട്ട് വരാൻ തക്കോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവജനം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ആ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് റെഡിയാ? ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കോണം. ഒന്ന് കരങ്ങളെ പൊക്കി കാണിക്കണേ. അപ്പം എവിടെയൊക്കെയോ പിശാച് ഇട്ടിരിക്കുന്ന വിത്തെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് ഇനി ഒരിക്കലും മുന്നേറാൻ പറ്റത്തില്ല. നിനക്ക് ഒരിക്കലും ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ഈ കൂട്ടിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഹല്ലേലൂയ മഡിനകത്ത് ഹല്ലേലൂയ ഈ കിടക്കുന്ന കുഴിക്കകത്തു നിനക്ക് കയറി വരാൻ പറ്റത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലില്ല. നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിന്നെ ആർക്കും പുറത്തെടുക്കാൻ പറ്റത്തില്ല. നിന്റെ തലമുറയുടെ അവസ്ഥക്കകത്ത് ഒരു വിടുതലില്ല. നിന്റെ ഭവനത്തിനകത്ത് ഒരു വിടുതലില്ല. ഹല്ലേലൂയ. ആ ശത്രുവിനെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവജനം ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. 2026 വർഷം മുമ്പേ എന്റെ സകല പാപത്തിനു വേണ്ടി, എന്റെ സകല ശാപത്തിനു വേണ്ടി, എന്റെ സകല രോഗത്തിനു വേണ്ടി ക്രൂശിൽ ഹല്ലേലൂയ യാഗമായി തീരുന്ന ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിനകത്തും നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങളുടെ ഭവനത്തിനകത്തും ഇന്ന് വ്യാപരിക്കുന്നതും ഹല്ലേലൂയ വ്യാപരിച്ചുകൊണ്ടിരുന്നതും ഇനി വ്യാപരിക്കുന്നതും ഹല്ലേലൂയ അതേ ശക്തി. ആ ശക്തിക്കകത്ത് വിടുതലുണ്ട്. ആ ശക്തിക്കകത്ത് ഹല്ലേലൂയ ജയമുണ്ട്. ആ ശക്തിക്കകത്ത് ഹല്ലേലൂയ ഏതൊരു ബന്ധനത്തെ അടിക്കാൻ നോക്കണം. എത്ര വലിയ ചെങ്കലകളെ കൊണ്ട് നിങ്ങളുടെ കരവും പാദവും കെട്ടിയിരുന്നാലും അതിനെ പൊട്ടിച്ചു പുറത്തെടുക്കാനുള്ള ജയം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്തും ഹല്ലേലൂയ അതുപോലെ തന്നെ ദൈവത്തിന്റെ ജീവനുള്ള യേശുവിന്റെ രക്തത്തിനകത്തും ആ പവറുണ്ട്. അങ്ങനാണെങ്കിൽ എന്താ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത്? എന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? യു ആർ നോട്ട് ഇൻ ബോണ്ടേജ്, യു ആർ ബീങ് സെറ്റ് ഫ്രീ.
നിങ്ങളുടെ സ്വതന്ത്രത, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഡിപ്രഷന് ഇടയില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയത്തിന് ഇടയില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശങ്കയ്ക്ക് ഇടയില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനിയും ഹല്ലേലൂയ ശത്രു പറയുന്ന ഒരു കള്ളത്തിനും ഇടയില്ല. പഴുത് പൂട്ടിക്കൊണ്ട് നിങ്ങൾ ജയം എന്ന രാത്രികാലമായി തീരണം. പൂട്ടിക്കൊണ്ട് പറയുന്ന ശ്രദ്ധിക്കണം. ശത്രു പറയുന്ന ഓരോ ഗേറ്റുകളെ പൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ മേഖലകളെയാണ് വചനം പറയുന്നു. നീതിമാൻ 7 പ്രാവശ്യം നിലം പരിശായാലും അവനെ ദൈവം കരം അങ്ങനെയാണെന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഒരു വീട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ശത്രു നിങ്ങളോട് പറയും, നിനക്ക് ഇനി അഴുകാൻ പറ്റത്തില്ല, ദൈവത്തിൽ നിന്ന് നീ അകന്നു പോയെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ്, എനിക്കറിയാം, ഞാൻ 6 പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഇന്ന് ചിലരുടെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെടുക, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയായിട്ട് ശത്രു പറയുക, നിനക്ക് ഇനി ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല, നീ എവിടെയൊക്കെ വീണുപോയിട്ടുണ്ട്, നീ എവിടെയൊക്കെ അകന്നു പോയിട്ടുണ്ട്, നിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് ദൈവം പറയുക, ഇന്ന് ഒരു പ്രാവശ്യം കൂടെ കൈകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദിനം പ്രതി നീ കൈകൾ ശുശ്രൂഷ പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ശത്രു പറയുന്ന കള്ളം കേട്ടുകൊണ്ട് അകന്നു മാറിയിരിക്കാനുള്ളവളല്ല നീ. മനസ്സിലാകുന്നുണ്ട്. അകന്നു മാറി ഇരിക്കാനുള്ളവളല്ല നീ, പുറത്തിറങ്ങി വരേണ്ടവള. പരിശുദ്ധാത്മാ പറയാ, മകളെ, ഇന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെന്ന് നിന്റെ കരം പിടിച്ചുകൊണ്ട് നിന്നെ നിർത്താൻ ശക്തനായ ദൈവം ഇന്ന് നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, നിന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, നിന്റെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് പറയുക, ഹല്ലേലൂയ, വചനം പറയുന്നു, ഹല്ലേലൂയ, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത് എത്ര കടും ചുമപ്പായ പാപമാണെന്നും അതിന്റെ കറ പോലും പോകാൻ കഴിവുള്ള ഇവന് സിംഗിൾ സ്പോട്ട്, ഡാർക്ക് സ്പോട്ട്, ഈവൻ സിംഗിൾ സ്പോട്ട്, ഹല്ലേലൂയ, ഒരു തുള്ളി സ്പോട്ട് ഉണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ അതിനെ പോലും ശുദ്ധീകരിക്കാൻ കഴിവുള്ള ആ രക്തത്തിന്റെ ശക്തിയാ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ചെയ്തെടുക്കുന്നത്. ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെന്നില്ല. ഹല്ലേലൂയ അന്തിമകാലത്തിന്റെ സമയമായിരിക്കുക. കാഹളധ്വനി എപ്പോഴാണ് മുഴങ്ങുമെന്ന് അറിയത്തില്ല. ദൈവം പറയുക, ഹല്ലേലൂയ, നിന്നെ കൈവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ആവശ്യമുണ്ട് നിന്നെ കൊണ്ട്. ഹല്ലേലൂയ ചിലതൊക്കെ ചെയ്തെടുക്കാനുണ്ട്, ദൈവത്തിന്റെ ചില പദ്ധതികൾ ഉണ്ട്. ഹല്ലേലൂയ നിന്നിൽ കൂടെ ചെയ്തെടുക്കാൻ തക്കോണം. ഹല്ലേലൂയ പദ്ധതികൾക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന ദൈവജനം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ ഇതുവരെ അടുക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെ കുറ്റബോധങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കവർന്നതിനോടിരിക്കുന്നതായിരിക്കാം. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയാ, സത്യം നിങ്ങളെ സ്വതന്ത്രം ആക്കിയിരിക്കുക. അങ്ങനാണെന്നിൽ കുറ്റം വിധിക്കുന്ന പിശാചിനെ നോക്കി ദൈവം നോക്കി പറയുക, ഹല്ലേലൂയ തീക്കകത്ത് നിന്ന് വലിച്ചെടുത്ത് കൊള്ളിയാകുന്ന ഹല്ലേലൂയ ഇവനെ കൊണ്ട് വ്യക്തിയെ കൊണ്ട് എനിക്ക് ഉപയോഗമുണ്ടെന്ന്. ഹല്ലേലൂയ അങ്ങനാണെന്നിൽ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ് മീ. ഹല്ലേലൂയ എന്നെ ദൈവം ഉപയോഗിക്കാൻ പോവാ. ഹല്ലേലൂയ എന്റെ തലമുറ ദൈവം ഉപയോഗിക്കാൻ പോവാ, എന്റെ ഭവനത്തിലെ ജനങ്ങളെ ഉപയോഗിക്കാൻ പോവാ, എന്റെ പ്ലാറ്റ്ഫോം ആയിരിക്കുന്ന ഇന്നത്തെ ദൈവം ഉപയോഗിക്കാൻ പോവാ, എന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുക. ഹല്ലേലൂയ ദൈവം ഉപയോഗിക്കാൻ ഇരിക്കുന്ന ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളോടാ ദൈവം സംസാരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ശത്രു പറയുന്ന ഹല്ലേലൂയ കള്ളങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ മാറിയിരിക്കേണ്ടവരല്ല. ഇന്ന് പരിശുദ്ധാത്മാ ചിലരെ നിറയ്ക്കാൻ പോകും. ഇതുവരെ കാണാത്ത ദൈവ പ്രവൃത്തി
ജീവിതത്തിനകത്ത് ദൈവം ചെയ്തെടുക്കാൻ പോവാ. ഹല്ലേലൂയ. ശത്രു പറയുവാ, ഹല്ലേലൂയ, നിനക്ക് 2 വാക്ക് പറയാൻ നിനക്ക് കഴിവില്ല. ഹല്ലേലൂയ. നിനക്ക് വചനത്തെ കുറിച്ച് എന്തറിയാം? ഹല്ലേലൂയ. ഭയത്തിന്റെ ആത്മാവിനെ ഇട്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ, ഹല്ലേലൂയ, ജനത്തിന്റെ മധ്യത്തിൽ ചെന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം ഇന്ന് പുറത്തെടുക്കുന്ന രാത്രികാലം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുവാ, നിങ്ങളുടെ മേലിൽ പകർന്നിരിക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെ അല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല. ഹല്ലേലൂയ. അത് സ്നേഹത്തിന്റെയും ശക്തിയുടെയും, ഹല്ലേലൂയ, ആത്മാവ് സുബോധത്തിന്റെയും ആത്മാവാകുന്നെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ആനന്ദിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഈ ഭയം എന്ന ശക്തിക്ക് എന്ത് അവകാശം നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിരിക്കാൻ തക്കണം. ആ കള്ളത്തരത്തിനെ നോക്കി, ആ കള്ളനെ നോക്കി പറയുവാ, ഹല്ലേലൂയ, ഭയം എന്ന ആത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കുന്നത് നീയല്ല, പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാ. 2 വാക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഒതുക്കിക്കളയുന്ന മണ്ഡലത്തെ നോക്കി ഇന്ന് ജയം തരുന്ന രാത്രികാലം പ്രാപിച്ചെടുക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആനന്ദിൽ, ഹല്ലേലൂയ, ദൈവത്തോട് പറഞ്ഞേ, ഹല്ലേലൂയ, എവിടെയൊക്കെയോ കളത്രങ്ങളെ വിശ്വസിച്ച്, ഹല്ലേലൂയ, ഒതുങ്ങി പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം പകർന്നിരിക്കുന്നത് ധൈര്യത്തിന്റെ ആത്മാവിനെയാ. ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, അന്തിമ കാലത്ത് ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ഞാൻ ഉപയോഗപ്പെടാൻ പോവാ. God is going to use you mightily. Hallelujah. ദൈവം ശക്തിയോടെ, ബലത്തോടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് വരെ നിങ്ങൾ ചെയ്തെടുത്ത മേഖലകളെ അല്ല, ഹല്ലേലൂയ, ബുദ്ധിമണ്ഡലത്തിനകത്ത് ഒരുക്കി വെച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഈ ഒരു ലിമിറ്റേഷനകത്ത് ആക്കി വെച്ചിരിക്കുന്ന മേഖലക്കകത്ത് പരിശുദ്ധാത്മാവ് പറയുക, ബൗണ്ടറീസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചിലരെ ദൈവം പുറത്തെടുക്കാൻ പോവാ. ശത്രു വെട്ടിവെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ലിമിറ്റ് ഉണ്ട്, ഒരു ഏരിയ ലിമിറ്റ് ഉണ്ട്. ഈ ഏരിയ വിട്ടുകൊണ്ട് നിനക്ക് കടന്ന് പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലക്കകത്ത് നിന്ന് ആ ബൗണ്ടറീസിനെ നോക്കി പറയുക. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിരിക്കുന്നത് യഹൂദത്തെയല്ല, സമരത്തെയല്ല, യെരൂശലേം വരെയല്ല, ആ ലോകത്തിന്റെ അറ്റത്തോളം ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ എന്റെ സാക്ഷികളായി മാറുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് നിങ്ങളുടെ ഓരോ ജീവിതത്തിനകത്ത് ആ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജയം നേടാനാ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ബൗണ്ടറി പിശാച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാദത്തിനകത്ത് കെട്ടിയിരിക്കുന്ന ചില ചെങ്ങലകളെ ദൈവം ബ്രേക്ക് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ, ഹല്ലേലൂയ, സുവിശേഷ മേഖലയ്ക്കകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്തോ, നിങ്ങളുടെ ഓരോ മേഖലയ്ക്കകത്തോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയ്ക്കകത്തും, നിങ്ങളുടെ തലമുറകളെ ലിമിറ്റ് ചെയ്തിരിക്കുന്ന മേഖലയ്ക്കകത്തും ദൈവം പറയുക, ഹല്ലേലൂയ, ഈ ദൈവശക്തിയാ നിങ്ങളെ വിടിവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവശക്തിക്ക് ബൗണ്ടറി ഇല്ല. there's no limit. ഹല്ലേലൂയ. ഈ ദൈവശക്തിക്ക് ബൗണ്ടറി ഇല്ല. ഈ ബൗണ്ടറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് കയറി വരാൻ ആ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ പറയും ആരാധനയ്ക്കകത്ത് വിടുതലുണ്ട്, ആരാധനയ്ക്കകത്ത് ചെങ്ങലകൾ പൊട്ടും, ആരാധനയ്ക്കകത്ത് ബന്ധനങ്ങൾ അഴിയും. ഹല്ലേലൂയ. ആരാധനയ്ക്കകത്ത് പല കാര്യങ്ങളും, വിടുതലിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പം ആ ആരാധനയുടെ മർമ്മം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 23-ഉം 24-ാം വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മാവിലും സത്യത്തിലും ജനം ദൈവത്തെ ആരാധിക്കും. വായിച്ച് ആ ഭാഗം ഒന്ന് വായിച്ച്, ഉറക്കെ വായിച്ച്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ.
ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തെ നമസ്കരിക്കുന്നതല്ല, ദൈവത്തെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പം ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പം ഈ സത്യം എന്താ? ഹല്ലേലൂയ ഈ സത്യത്തിൽ ആരാധിക്കും ശത്രു പറയുന്ന കള്ളങ്ങളെ വിശ്വസിക്കാതെ വേണം ഹല്ലേലൂയ ദൈവം വെച്ചിരിക്കുന്ന ആ വചനത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മീൻസ് ഹല്ലേലൂയ സകല പാപത്തിൽ നിന്നും സകല ശാപത്തിൽ നിന്നും ഹല്ലേലൂയ ദൈവം പിന്തുടരുന്ന ശാപം എന്ന് പറഞ്ഞ വാക്കുകൾ പറയുമ്പോൾ പറയണം നോ 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 നോ, പിന്തുടരുന്നതല്ല, കാൽവരി ക്രൂശിൽ അത് തീർന്നു. ഹല്ലേലൂയ നിനക്ക് എന്താ അവകാശം? ഹല്ലേലൂയ ഇത് നമ്മുടെ ഉള്ളിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടാ, ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ നോക്കിക്കൊണ്ടാ ഇത് കയറി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ആ മേഖല കൂടെ നോക്കിക്കൊണ്ട് നീ പറയണം സത്യം നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ യേശുവിൽ ഹല്ലേലൂയ വിടുതലുണ്ട്, യേശുവിൽ രക്ഷയുണ്ട്, യേശുവിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നിത്യ ജീവനുണ്ട്. ഹല്ലേലൂയ യേശു ഹല്ലേലൂയ ഇനി എന്നെ നിന്നെ ഹല്ലേലൂയ രണ്ടാം വരവിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ മേഘ പ്രത്യക്ഷതയിൽ സഭയെ എടുക്കാൻ വരുന്നുണ്ട്. നോ നോ നോ, ഞാനും നീ ഇവിടെ അകപ്പെട്ട് പോത്തില്ല. ഹല്ലേലൂയ ശത്രു പറയുന്നത് അകപ്പെട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് വിരല് ചൂണ്ടിക്കൊണ്ട് ഹൃദയത്തിനകത്ത് ഡൗട്ട് ഇടുന്ന ദൈവമക്കളോട് പറഞ്ഞത് ഇന്ന് രാത്രികാലം നേർവഴിക്ക് നടക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് വരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന വഴികളെയും മേഖലകളെയും വിട്ടുകൊണ്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തിലോട്ട് കടന്നു വരാൻ പരിശുദ്ധാത്മ പറയുക സത്യം നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. അങ്ങനെ ആനന്ദിൽ ഹല്ലേലൂയ ആ സ്വതന്ത്രം ആക്കിയിരിക്കുന്ന സത്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരു വചനം കൊണ്ട് എന്നെ വായിച്ച് ഹെൽപ്പ് ചെയ്യണേ. ഗലാത്യർക്കെതിരെ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ച്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. യെസ്, ഓൾറെഡി സ്വതന്ത്രം ആക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മെ സ്വതന്ത്രത്തിനാക്കി ദൈവം ആക്കിയിരിക്കുന്നു. അപ്പം ഈ ബോണ്ടേജ് എന്നുള്ള വാക്ക് വരുമ്പം പറയണം ഞാൻ ക്രിസ്തുവിൽ ഓൾറെഡി സ്വതന്ത്രൻ ആയിരിക്കുക, എന്റെ കുഞ്ഞുങ്ങൾ ഫ്രീ ആയിരിക്കുക, എന്റെ ഭവനം ഫ്രീ ആയിരിക്കുക, ഞാൻ ചെയ്യുന്ന ജോലി മേഖലയ്ക്കകത്ത് ഞാൻ ഫ്രീ ആയിരിക്കുക, ഞാൻ ആയിരിക്കുന്ന ഹല്ലേലൂയ ശുശ്രൂഷ മേഖലയ്ക്കകത്ത് ഹല്ലേലൂയ ഒരു കാര്യം എന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ എന്നെ ബന്ധിക്കാൻ നോക്കിയാലും അതിന് ബന്ധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവകൃപയാൽ ദൈവം ക്രിസ്തു എന്നെ ഫ്രീ ആക്കിയിരിക്കുക. ഇപ്പൊ ശത്രുവിന്റെ ഹല്ലേലൂയ കള്ളത്തരങ്ങളെ കേട്ടുകൊണ്ട് ഹല്ലേലൂയ ഒതുങ്ങിയിരിക്കുന്ന ദൈവജനമേ അവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ നിങ്ങളെ ഹല്ലേലൂയ പിന്നെ അടിമ നുഖത്തിനകത്ത് കുടുങ്ങാതിരിക്കാൻ തക്കോണം ക്രിസ്തുവിൽ സ്റ്റാൻഡ് ഫേം ഇൻ ക്രൈസ്റ്റ്. വചനം ഒന്ന് വായിച്ചേ, 5-ന്റെ 1 മൊത്തമായിട്ടൊന്ന് വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പം എവിടേക്കോ അടിമനുഖത്തിനകത്ത് കുടുങ്ങി നിൽക്കാനുള്ള സകല ഹല്ലേലൂയ സാധ്യതകളും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അടിമനുഖത്തിനകത്ത് തിരിച്ചു കുടുങ്ങാനുള്ള സകല സാധ്യതകളും ഉണ്ട്. ഈ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ അടിമനുഖത്തിനകത്ത് ഈ ബന്ധനത്തിനകത്ത് കുടുങ്ങാതിരിക്കാൻ തക്കോണം ഹല്ലേലൂയ എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്രിസ്തുവിൽ തന്നെ ഈ സ്വതന്ത്രത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഫ്രീഡമിനകത്ത് ഹല്ലേലൂയ മുറുകെ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ സ്റ്റാൻഡ് ഫേം ഇൻ ക്രൈസ്റ്റ്, ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വേരൂന്നിയവരായി തീരണമെന്നാ പരിശുദ്ധാത്മാവ് പറയുന്നത്. ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു വ്യക്തിയെ ആർക്കും ഹല്ലേലൂയ എളുപ്പം പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റത്തില്ല. വേരൂഴാത്ത വ്യക്തികളെ മാത്രമേ ഹല്ലേലൂയ പിടിച്ചു
പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനാണെങ്കിൽ എന്നെ കേൾക്കുന്നതിന് ശ്രമിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എവിടെയൊക്കെയോ ഹല്ലേലൂയ അടിമനുഖത്തിൽ കുടുങ്ങിയെന്ന് പറയുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, ആത്മാവിന്റെ പുഷ്ടി നിമിത്തം നീ അന്ധകാരത്തിന്റെ നുഖത്തെ തകർക്കുമെന്ന് പറഞ്ഞ സത്യവചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ഇന്ന് ഒന്ന് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്തും എന്റെ ജീവിതത്തിനകത്തും ഈ വചനങ്ങൾ ഞാൻ പറയുമ്പം ഹല്ലേലൂയ ഇത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും ഹല്ലേലൂയ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സംശയത്തോടെ സംശയദൃഷ്ടിയോടെ ഈ വചനത്തിൽ കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ദൈവ വിടുതൽ സംഭവിക്കില്ല. ഹല്ലേലൂയ പക്ഷേ ഹല്ലേലൂയ വിശ്വാസത്തോടെ വചനം പറയുന്നു. മർക്കോസിന്റെ 6-ാം ഹല്ലേലൂയ അധ്യായം അതിന്റെ 4-ാം വാക്യത്തിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്. യേശു അപ്പച്ചൻ ഹല്ലേലൂയ ആ ഗലീല എന്ന ദേശത്തിനകത്ത് അതിന്റെ വീരപ്രവൃത്തികൾ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടുത്തെ ജനത്തിന്റെ അവിശ്വാസ നിമിത്തം. ഹല്ലേലൂയ അവൻ ഉള്ളിലുള്ള വിശ്വാസക്കുറവ് നിമിത്തം ഹല്ലേലൂയ അവര് യേശുവിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവൻ സാധാരണ തച്ചന്റെ മകൻ, ഇവൻ ഞങ്ങളുടെ ഒപ്പം വളർന്നിട്ടുള്ള വ്യക്തി. പക്ഷെ അതേ അധ്യായത്തിന്റെ 54-ും 55-ാം വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പം അവിടെ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ഗസറേത്ത് എന്ന് പറഞ്ഞ ദേശത്തിനകത്ത് ഹല്ലേലൂയ ദൈവം കടന്നുപോയപ്പം അനേക രോഗികൾ അവിടെ സൗഖ്യം പ്രാപിക്കുന്നു. കാരണം രോഗികൾ സൗഖ്യം പ്രാപിച്ചു അവരുടെ ദൃഷ്ടികോൺ മാറി. ഹല്ലേലൂയ അവരെ പിന്നെ കാണുന്നത് സൃഷ്ടാവിനെയാ കാണുന്നത്, വിടുവിക്കുന്നവനെയാ കാണുന്നത്. അവിടെ കാണുന്നത് സാധാരണ ഒരു തച്ചന്റെ മകനെയല്ല. ഇവന്റെ ആര് കടന്നു വന്നാലും വിടുതലുണ്ടെന്നുള്ള ദൃഷ്ടികോൺ മാറി. അവരുടെ ഹൃദയത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു. ഹല്ലേലൂയ ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ മേളിൽ ഒന്നുമില്ല, പക്ഷെ എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഹല്ലേലൂയ അതിന് പ്രവർത്തിക്കാൻ കഴിവുള്ളതാണെന്ന്. ഹല്ലേലൂയ യു മേ സീ മീ ആസ് ഓർഡിനറി പേഴ്സൺ, എന്നെ ഒരു വെറും സാധാരണ വ്യക്തിയായിട്ട് നിങ്ങൾ യെസ് ഐ എം ഓർഡിനറി, പക്ഷെ എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്ന പരിശുദ്ധാത്മ ഹി ഈസ് സൂപ്പർ നാച്ചുറൽ, ഹി ഈസ് എക്സ്ട്രാ ഓർഡിനറി. എന്റെ ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഞാൻ കാണുന്നത് ഹല്ലേലൂയ നോർമൽ കണ്ടുകൊണ്ട് കണ്ടാലോ ഹല്ലേലൂയ അത് നടക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി വർക്കായിട്ടാ കാണുന്നത്. ഹല്ലേലൂയ അനേക അത്ഭുതങ്ങൾ, അനേക രോഗശാന്തികൾ, അനേക ട്യൂമേഴ്സ് വരെ മാഞ്ഞു പോകുന്നത് ഹല്ലേലൂയ കണ്ണും കൊണ്ട് കണ്ടിട്ടുണ്ട്, ദൈവം ചെയ്തെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ അനേക വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്നത് അനേക മിഷണറി യാത്രയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെയ്തെടുക്കുന്നത് ഞാനല്ല, ദൈവമാ. ഹല്ലേലൂയ അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ സത്യം നിങ്ങളെ ഹല്ലേലൂയ ഫ്രീ ചെയ്യുന്നു, ഹല്ലേലൂയ സ്വതന്ത്രമാക്കുന്നു. ദൈവവചനം പറയുന്നു ദൈവത്തിൽ നിങ്ങൾ വേരൂന്നിയാൽ, ദൈവം തന്നിരുന്ന ഫ്രീഡത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു അന്ധകാരത്തിന്റെ നുഖവും നിങ്ങളെ ബന്ധനത്തിൽ വെക്കാൻ ഇടയാകത്തില്ല. നോ ബോണ്ടേജ് ക്യാൻ ബൗണ്ട് യു. അല്ലെങ്കിൽ ഒരു ശക്തിക്കോ ഒരു അന്ധകാരത്തിന്റെ മേഖലയ്ക്കോ എന്നെയോ നിങ്ങളുടെ തലമുറകളെയോ ഹല്ലേലൂയ നമ്മുടെ ഏതൊരു മേഖലയെ ഹല്ലേലൂയ ബന്ധനത്തിനകത്ത് വെക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഓൾറെഡി വി ആർ സെറ്റ് ഫ്രീ. ഹല്ലേലൂയ നമ്മളെ ദൈവം സ്വതന്ത്രർ ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തിയുടെയും ദൈവാത്മാവിന്റെ ശക്തിയുടെയും അതിന്റെ വലിപ്പവും അതിന്റെ അളവും അതിന്റെ പ്രവൃത്തിയും ഈ ശക്തിയും ഹല്ലേലൂയ ഈ പ്രവൃത്തികളുടെ സത്യം നമ്മുടെ ഉള്ളിനകത്ത് കേറിക്കൊണ്ട് ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ഹല്ലേലൂയ നമ്മൾ നടന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചൊന്ന് തുടങ്ങിക്കേ. ഹല്ലേലൂയ ആദിമ നൂറ്റാണ്ടിൽ കണ്ട് അതേ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. ഹല്ലേലൂയ അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ ഒന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി വെല്ലുവിളിക്കുന്ന മേഖലകളെ നോക്കി ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എഫേസ്യർക്കെതിരെ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിനകത്ത് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് വെച്ചിരിക്കുന്ന ഹല്ലേലൂയ വസ്ത്രത്തിനകത്ത് പോലും ആരെ കേട്ട എന്തുകൊണ്ടാ കിടന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്രീഡിയോ ലൈൻസ് എന്ന് പറഞ്ഞ അര മുറുക്കേണ്ടത് എന്തുകൊണ്ടാന്ന് അറിയാമോ? സത്യം കൊണ്ട്.
അങ്ങനല്ലേ നമ്മളൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുന്നവരായിട്ട് മാത്രം തീരല്ലേ, ഇത് നമ്മുടെ ജീവിതത്തിനകത്തും കൂടെ അപ്ലൈ ചെയ്യുന്നവരാവണം. അല്ലെങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്നവർ നോക്കിയാ അതിൽ അമ്മാമേ നിങ്ങൾ എങ്ങോട്ട് പോവാന്ന് ചോദിക്കുമ്പം നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ആ സ്ഥലം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവിൽ നിന്ന് കള്ളം വരുമ്പം മനസ്സിലാക്കണം, ഹല്ലേലൂയ, എന്റെ പിതാവ് പോഷ്കിന്റെ പിതാവല്ല, എന്റെ പിതാവ് സത്യം പറയുന്ന ആത്മാവ എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി ഹല്ലേലൂയ പറയുക, ഇന്ന് വരെ നാക്കെടുത്ത് ഹല്ലേലൂയ കാരണവശമില്ലാതെ തന്നെ പല കള്ളങ്ങൾ പറഞ്ഞ നാവും കൊണ്ട് തന്നെ, അതേ നാവും കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ അന്യഭാഷ ഹല്ലേലൂയ നിറവിൽ നിന്നുകൊണ്ട് അന്യഭാഷ പറയുന്ന വ്യക്തികളെ നോക്കിയാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, എന്റെ ദൈവം ഫോഷ്കു പറയുന്ന ദൈവമല്ല, എന്റെ പിതാവ് ഫോഷ്കു പറയുന്ന പിതാവല്ല. അപ്പൊ എന്റെ ഉള്ളിൽ വഹിക്കുന്ന ആത്മാവിനും ഈ ആത്മാവിനെ വഹിച്ചു നടക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഫോഷ്കു പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തേ, അപ്പൊ ദിസ് ഈസ് മൈ വീക്ക്നെസ്, ഹല്ലേലൂയ, ഇതെന്റെ ഒരു ഡ്രോബാക്കാ, ഇതെന്റെ ഒരു കഴിവ് കുറവാ. അപ്പൊ ഈ ഫോഷ്ക് എന്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പല പ്രാവശ്യം ഞാൻ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചില സാഹചര്യങ്ങൾ മുഖാന്തരം ഹല്ലേലൂയ ഞാൻ ചില കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവം പറയുന്നു ഹല്ലേലൂയ അങ്ങനെ വ്യക്തികൾ ഇതിന്റെ മധ്യത്തിലുണ്ട്. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, അങ്ങനെ വീക്ക്നെസ്സിനെ ഹല്ലേലൂയ നാക്കെടുത്താൽ നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങളുടെ നാവിൽ കൂടെ പല കള്ളം പറയിക്കുന്നത് ആ ആത്മാവിനെ ഇന്ന് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ അതിനകത്തൊരു ജയം തരാൻ പോവാ. ഹല്ലേലൂയ, നാടെടുത്താൽ കള്ളം പറയുന്ന ആ എന്ത് ചോദിച്ചാലും ഹല്ലേലൂയ കള്ളം പറയുമ്പോൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ദുരാത്മാവിന്റെ മേലിൽ ഇന്ന് രാത്രികാലം ദൈവം ജയം തരുക. ബിക്കോസ് പറഞ്ഞേ ഹല്ലേലൂയ, ട്രൂത്ത് ഈസ് ഗോയിങ് ടു സെറ്റ് മീ ഫ്രീ. പരിശുദ്ധാത്മാവിനെ സ്വതന്ത്രമാക്കുക. ഹല്ലേലൂയ, സത്യം എന്നെ സ്വതന്ത്രമാക്കുക. പരിശുദ്ധാത്മ പറയുന്നത് എന്റെ ഉള്ളിൽ വസിക്കുന്നത് ആത്മാവാണെന്ന്. ഈ ആത്മാവ് കളവ് പറയുന്ന ഫോഷ്കു പറയുന്ന ആത്മാവല്ല, എന്റെ നാവിൽ കൂടെ ഹല്ലേലൂയ ഞാൻ ഇനി ഫോഷ്കു പറയത്തില്ല. സത്യം പറയുന്നവരായിട്ട്, സത്യ നമസ്കാരികളായിട്ട് ഹല്ലേലൂയ ഞങ്ങൾ ആയിത്തീരും. അപ്പൊ നമ്മളെ കെട്ടിയിരിക്കുന്ന മേഖലകൾ മനസ്സിലാക്കിക്കോ. ഈ നാക്കുകൊണ്ട് കള്ളം പറഞ്ഞിട്ട് ആരാധനയ്ക്കകത്ത് വിടുതൽ വെളിപ്പെട്ട് വരുന്നില്ലെന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് ഹല്ലേലൂയ എന്താ അത് സംഭവിക്കുന്നെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ, അങ്ങനാണെങ്കിൽ ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ചില മേഖലയ്ക്കകത്ത് ദൈവം ജയം തരുന്നുണ്ടെങ്കിൽ ചിലർ ജീവിതത്തിനകത്ത് ദൈവം മാനസാന്തരം നൽകിക്കൊണ്ടിരിക്കുക, ചില ജീവിതങ്ങളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക, ചില അനുഭവങ്ങളിനകത്ത് ഹല്ലേലൂയ ഈ വരും ദിവസങ്ങളിൽ സിസ്റ്ററെ ഹല്ലേലൂയ ഞങ്ങൾ തമ്മിൽ ഫോൺ കോളിൽ സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ വോയിസ് മെസ്സേജ് സിസ്റ്ററെ കിട്ടിയിട്ടുള്ളത്. ഹല്ലേലൂയ ഈ വരും ദിവസങ്ങളിൽ ഫോൺ കോളിൽ സംസാരിച്ചുകൊണ്ട് ഈ മീറ്റിംഗിനകത്ത് ചിലരുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കാതെയാകും. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം ദൈവം മാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സാക്ഷ്യം പറയാൻ തക്കോണം നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ പറയാൻ റെഡിയാകണം. ഹല്ലേലൂയ, എന്താണെന്നറിയാമോ? നിങ്ങൾ ആത്മമണ്ഡലത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളെ ഇതുവരെ ഒതുക്കി വെച്ചിരിക്കുന്ന ശത്രുവിനെ നോക്കിക്കൊണ്ട് ഇനിയും നിനക്ക് എന്റെ മേലിൽ അധികാരമില്ല, ഇനിയും നിനക്ക് എന്റെ മേലിൽ സ്ട്രോങ് ഹോൾഡ് ഇല്ല. ഹല്ലേലൂയ, അങ്ങനെ ഹല്ലേലൂയ ചില സ്ട്രോങ് ഹോൾഡുകളെ ദൈവം ഇന്ന് ഹല്ലേലൂയ ഇനിയും അങ്ങനെ ചില ഹല്ലേലൂയ വേരി പിടിച്ചിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് പരിശുദ്ധാത്മ പീഡെടുത്തോണ്ടിരിക്കുക. മാനസാന്തരം, ആഴമേറിയ മാനസാന്തരങ്ങൾ ചില ജീവിതത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതത്തിനകത്ത് ഇന്ന് വരെ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ആഴമേറിയ മാനസാന്തരത്തിൽ കൂടെ ദൈവം ചില ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി ഒരുക്കുക. ഹല്ലേലൂയ, റെഡി ആയിക്കോ. ഹല്ലേലൂയ, ഈ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ തക്കോണം പണ്ട് കാലങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ, പക്ഷെ 3 മണി ശേഷം എണ്ണിക്കാൻ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന മേഖലക്കകത്ത് ഇന്ന് രാത്രികാലം ദൈവം തരാൻ പോവുക. ഹല്ലേലൂയ, ശരീരത്തിനകത്ത് അസ്വസ്ഥകൾ ഇട്ടുകൊണ്ട് എണ്ണിക്കാൻ പറ്റാത്ത രീതി
ഒതുക്കിയിരിക്കുന്ന മണ്ഡലത്തിനകത്ത് ദൈവം പറയും ഹല്ലേലൂയ, ബലം ഭാഗം കൊണ്ട് ഞാൻ നിന്നെ എണ്ണിപ്പിക്കാൻ പോവാ. ചില ദൈവ ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ പോവാ. ചിലരുടെ ജീവിതത്തിനകത്ത് ചിലരെ കുറിച്ചുള്ള, ദേശങ്ങളെ കുറിച്ചുള്ള, പട്ടണങ്ങളെ കുറിച്ചുള്ള, സഭയെ കുറിച്ചുള്ള വ്യക്തിപരമായിട്ട് ആഴമേറിയ ചില മർമ്മങ്ങളെ ദൈവം അറിയിക്കാൻ പോവാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ തലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിന്റെ മധ്യത്തിലുണ്ട്. ദൈവാത്മാ പറയുവാ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അങ്ങനെ ചെയ്തെടുക്കാൻ പോവാ. ഹല്ലേലൂയ. ആത്മാവിനാൽ ചിലരെ ദൈവം നിൽക്കാൻ പോവാ. ഹല്ലേലൂയ. അങ്ങനെ അത് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ. ഹല്ലേലൂയ. ഇതുവരെ നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും, നീ പാപിയാ, നിനക്ക് മുന്നേറാൻ പറ്റത്തില്ല, നിന്റെ ഉള്ളിൽ ഭയമാ, നിനക്ക് സുവിശേഷത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പിന്മാറിയിരിക്കും, നിനക്ക് എന്താ അവകാശം, ഹല്ലേലൂയ ഞങ്ങളെ ഒന്ന് ഹല്ലേലൂയ നേർവഴിക്ക് നടത്താൻ തക്കോണം, ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ വിശ്വാസത്തിൽ വന്നിട്ടില്ല, നിന്റെ ഭാര്യ വിശ്വാസത്തിൽ വന്നിട്ടില്ല, നീ എന്താ സുവിശേഷം ആദ്യം നിന്റെ ഭവനത്തിലുള്ളവരെ നീ ശരിയാക്കിയിട്ട് വാന്ന് ചോദ്യം ചോദിക്കുന്നവരോട് പറ, ഹല്ലേലൂയ രക്ഷ ഹല്ലേലൂയ വ്യക്തിപരം, ഹല്ലേലൂയ രക്ഷ വ്യക്തിപരമായിട്ടുള്ള ഹല്ലേലൂയ കാര്യമാ ഇതിനകത്ത്. ഹല്ലേലൂയ ദൈവം പറയുന്നു, ചില സത്യങ്ങളെ, അതിന്റെ മർമ്മങ്ങളെ നിങ്ങൾ ഹല്ലേലൂയ ഏറ്റുപറയാൻ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ വചനം നിങ്ങളെ വിടുവിക്കാൻ പോവാ. ഈ വചനത്തിന്റെ സത്യവും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നിങ്ങൾ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ വിളിച്ച് പുറത്തെടുക്കുന്ന രാത്രികാലമായത്. ഹല്ലേലൂയ. എനിക്ക് തന്നെ സമയം ഇവിടെ അവസാനിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ കണ്ണുകളെ അടയ്ക്കാം. എനിക്ക് അനേക ജീവിതങ്ങളിനകത്ത് പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുള്ള പേരെടുത്ത് ഞാൻ ആരെയും പറയാൻ തക്കോണം ഹല്ലേലൂയ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. പക്ഷെ ചിലരുടെ പാപ സ്വഭാവങ്ങൾ ഇന്ന് രാത്രി ദൈവം മാറ്റുക. ചിലരുടെ ജീവിതത്തിനകത്ത് ആഴമേറിയ മാനസാന്തരങ്ങൾ, കള്ളം പറയുന്ന ചില നാക്കുകൾ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. വീക്ക്നെസ് ദൈവം ജയം തരുക. ദൈവം നിങ്ങളെ പുറത്തെടുക്കുന്ന രാത്രികാലം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന് ഏൽപ്പിച്ചു പറഞ്ഞേ, അപ്പാ എവിടെയൊക്കെയോ വീട് പോയിട്ടുണ്ട്, ഇന്ന് വചനം എന്ന സത്യം എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു തന്നെ സ്തോത്രം. അപ്പൊ എന്നെ പുറത്തെടുക്കുന്ന പരിശുദ്ധാത്മാവേ അപ്പച്ചന്റെ നിറവാൽ എന്നെ നിറയ്ക്കണമേ എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എവിടെയൊക്കെ ഗ്രോത്ത് വരാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തെ അറിഞ്ഞ നാള് തൊട്ട് ഞരിയാണിയുടെ അനുഭവത്തിനകത്ത് ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ എടുത്ത് അവസ്ഥകളെ മാറ്റാൻ പോവാ. ഞരിയാണിയോളമല്ല, മൂടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാത്ത ഹല്ലേലൂയ കടക്കാൻ വയ്യാത്ത വലിയൊരു ജീവൻ അതിലെ അനുഭവത്തിലൂടെ ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം ഹല്ലേലൂയ നിറയ്ക്കാൻ പോവാ. അങ്ങനെ ഒരു നിറവ, അങ്ങനെ ഒരു വാഞ്ചയുള്ള വ്യക്തി ജനങ്ങൾ ഹല്ലേലൂയ ഈ കൂട്ടത്തിനകത്ത് ഉണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് മീ ഹൂ ഈസ് ടച്ചിങ് യു. പരിശുദ്ധാത്മാവ് ചിലരെ തൊടാൻ പോവാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ തൊടാൻ പോവാ. ഹല്ലേലൂയ. അതിന് തടസ്സമായി നിൽക്കുന്ന സകല ബ്ലോക്കേജിനെ ഹല്ലേലൂയ ആത്മാവിന്റെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന സകല ബ്ലോക്കേജിന്റെ ഹല്ലേലൂയ നിങ്ങളുടെ വിളിക്കത്തക്കോണം നിങ്ങൾക്ക് ഉരുളാൻ പറ്റാത്ത ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സകല മണ്ഡലത്തെ നസറേന യേശുവിന്റെ നാമത്തെ ഇന്ന് സഭ ഒരുമിച്ച് ജയം നേടുക. ഹല്ലേലൂയ. ദൈവം പകർന്നിരിക്കുന്ന അധികാരത്തോടെ ഹല്ലേലൂയ എന്നും ജയം നേടുന്ന രാത്രികാലമാ. ഏറ്റു പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റുക. ഹല്ലേലൂയ. ആത്മീയസ്ഥകളെ ദൈവം മാറ്റുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഫ്രീ ആയിരിക്കെ. ഹല്ലേലൂയ. നമ്മൾ മസിൽ പിടിക്കേണ്ട ഒരാവശ്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുക. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ മുഖത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മൾ നടക്കുന്ന വഴിക്കകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ ദേശത്തിനകത്ത് നമ്മളെ കാണുമ്പം ഹല്ലേലൂയ ആ ചേഞ്ച് മനസ്സിലാവുന്ന രീതിയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന നാളുകളായി ഇത് ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ ദൈവസന്നിധിയിൽ താഴ്ക്കാം.
അപ്പാ ദൈവമേ, ഈ ജനത്തെ ഹല്ലേലൂയ അപ്പച്ചന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ ദൈവവചനം ദൈവമേ അനേകരുടെ ജീവിതത്തിനകത്ത് ദൈവശക്തിയായി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സത്യം ഹല്ലേലൂയ സ്വന്തമാക്കിയിരിക്കുന്നല്ലോ ദൈവം. ഈ സത്യത്തിന്റെ വചനം ദൈവമേ, ജീവനുള്ള വചനം ദൈവമേ, അനേക ജീവിതത്തിനകത്ത് ദൈവം ചെന്ന് ടച്ച് ചെയ്യുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഈ ജീവിതങ്ങളെ ദൈവം ഏറ്റെടുക്കണമേ. അവരുടെ അവസ്ഥകളെ ദൈവം ഏറ്റെടുക്കണമേ. അവരുടെ ഭവനത്തിന്റെ അവസ്ഥകളെ ദൈവം ഏറ്റെടുക്കണമേ. അവരുടെ തലമുറകളുടെ അവസ്ഥകളെ ദൈവമേ ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടമേ ദൈവമേ, ആരും നഷ്ടപ്പെട്ടു പോവാതെ വേണം, ആരും പിന്മാറി പോവാതെ വേണം, ആരും വീണ് പോവാതെ വേണം ദൈവമേ. ഈ ജനത്തെ ദൈവം അവിടുന്ന് വീടിച്ചെടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പൊ ആ കടവന്ന ദൈവമേ, ആ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം. ദൂർ പറഞ്ഞ ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവന്റെ മേലിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായി നന്ദി പറയുന്നു. ആ വിളി നന്ദി പറയുന്നു. വരും കാലത്തിൽ ദൈവം ആ കുഞ്ഞിനെ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു അപ്പാ ദൈവമേ. ഈ മീറ്റിംഗിനെ ലീഡ് ചെയ്യുന്ന സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ. ഇവിടുന്നത്തിരിക്കുന്ന ജീവിതത്തിനകത്ത് ദൈവം അവരുടെ ജീവിതത്തിനകത്ത് വിടുതൽ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. മനുഷ്യരാൽ അസാധ്യം, പക്ഷെ ദൈവത്താൽ സാധ്യം ദൈവമേ. മനുഷ്യരാൽ അസാധ്യമായിരിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളാൽ അസാധ്യമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രികാലം ആ വിഷയങ്ങളുടെ മേൽ ദൈവീയ ജയം വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങനെ തന്നെ ദൈവം ചെയ്തെടുത്തതിനായി സ്തോത്രം പറയുന്നു. എല്ലാം യേശുവപ്പച്ചന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം എനിക്ക് സമയം തന്നെ ദൈവദാസിക്കും ദൈവജനത്തിനും എന്നെ ശ്രമിച്ച ഓരോരുത്തർക്കും ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. എനിക്കൊരു 5 വയസ്സുള്ള കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ദൈവവേലയുടെ മുഖത്ത് ഹല്ലേലൂയ അധികമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ തക്കോണം, ഹല്ലേലൂയ ദൈവം എന്നെ ഉപയോഗിക്കാൻ തക്കോണം നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുക. ഹല്ലേലൂയ ചെയ്ത ദൈവമാ, ഞാൻ ഇതിനകത്ത് ഒരു പങ്കുമില്ല, ജസ്റ്റ് ഒരു വെസലായിട്ട് ഇരുന്നെന്നുള്ളൂ. സകല മഹത്വം എന്റെ യേശുവപ്പച്ചന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.